ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. ഇന്നത്തെ കണ്ടന്റ് റാപ്പർ ഹിരൺദാസ് മുരളിയാണ്. അയാൾ തന്റെ ഷോസിൽ ഉപയോഗിക്കുന്ന പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം മറ്റൊന്നുമല്ല, ആ പേര് അയാൾ ഉപയോഗിക്കുന്നതിനെതിരെ ഒരു സാമുദായിക സംഘടന കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേര് ഇനി ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇന്നലെ അറിയാതെ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സംഘടനയുടെ നേതാക്കളോടും വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഇന്നലെയാണ് ഇയാൾക്കെതിരെ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിനകത്ത് പരാതിക്കാരി എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. അവർ പറയുന്നത് നിരന്തരം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവരെ തമ്മിൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അന്ന് ഇയാൾ ഇത്രത്തോളം പ്രശസ്തനൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു തവണ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ വെച്ച് തന്നെ ചുംബിക്കുകയും തന്റെ അനുവാദത്തോടുകൂടി തന്നെ ചുംബിക്കുകയും ശേഷം കട്ടിലേക്ക് എടുത്തിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം താൻ കരഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോഴത്തേക്ക് നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് ഉറപ്പും നൽകിയിരുന്നതായിട്ട് ഈ യുവതി പറയുന്നു. അതിനുശേഷം നിരന്തരം ഈ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പല ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ടും ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിൽ, ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ, ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ വെച്ചൊക്കെ നിരന്തരം ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. ഇത്തവണ എന്തായാലും പതിവ് ജാതിക്കാട് ഇവിടെ വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാളെ ലഹരിമരുന്ന് കേസിലും പുലിപ്പല്ലി കേസിലും ഒക്കെ പിടിക്കപ്പെട്ടപ്പോൾ ഇയാളുടെ ജാതി പറഞ്ഞുകൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഒരു ഐക്കണാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും ഇയാൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി നൽകുകയും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ലഹരിമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഈ കേസിൽ പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഒരാഴ്ച മുമ്പ് ഒരു പരിപാടിക്കിടയിൽ മക്കളെ നിങ്ങളാരും ഡ്രഗ്സ് ഉപയോഗിക്കരുത്, നിങ്ങളുടെ അച്ഛനെ അമ്മേനെയൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം 9 ഗ്രാം കഞ്ചാവുമായിട്ട് പോലീസ് പിടിക്കുന്നത്. അത്രത്തോളം ഉള്ള നിലവാരമേ ഇയാൾക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അതാണ് ഇയാളുടെ സ്വഭാവം. അത് തന്നെയാണ് ഈ കേസിൽ വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുക, അതിനുശേഷം പൊടിയും തട്ടി സ്ഥലം വിടുക. അത് ഏത് തരം നിലപാടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പച്ച മലയാളത്തിൽ വേറെ ഒരു പദമുണ്ട്. പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. നമ്മുടെ സൂരജ് ബാലക്കാരൻ്റെ ലെവലിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. അദ്ദേഹം രസകരമായിട്ട് അത് അവതരിപ്പിക്കുന്നെങ്കിലും എനിക്ക് അത്രത്തോളം രസകരമായിട്ട് അത് അവതരിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ വന്ന മീറ്റു ആരോപണവും ഈ പീഡന പരാതിയൊക്കെ നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം ആണ്. കാരണം ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന പരാതി, മീറ്റു ആരോപണത്തിനകത്ത് വന്നിരിക്കുന്നത് ഏതൊരു പെൺകുട്ടിയെ, തൻ്റെ ആരാധികയായിക്കോട്ടെ, അങ്ങനെയുള്ള ഏതൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് അല്പം സൗഹൃദമായി കഴിഞ്ഞാൽ സ്കേർട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്. കൂടാതെ തൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള നിരവധി പെൺകുട്ടികളുമായി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ആ പെൺകുട്ടികളെക്കുറിച്ച് വ്യാജമായിട്ടുള്ള കഥകൾ ചമയ്ക്കുവാൻ ഇയാൾക്ക് താല്പര്യമുണ്ട് എന്നുമായിരുന്നു അന്ന് മീറ്റുവിൽ വന്നത്. കൂടാതെ സ്വന്തം ലൈംഗിക പങ്കാളിയെ ഏറ്റവും അധികം ക്രൂരമായിട്ടുള്ള വേദനകൾ സമ്മാനിച്ചുകൊണ്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു മനോവൈകൃതം ഇയാൾക്കുണ്ട് എന്നുമാണ് അന്ന് വന്ന ആരോപണം. അത് വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതിനകത്ത് പലതിനകത്തും യാഥാർത്ഥ്യമുണ്ട്. അതുകൂടാതെ ഈ പെൺകുട്ടിയുമായി ഇയാൾ പിരിയാനുണ്ടായ സാഹചര്യം ഇതാണ്: എനിക്ക് മറ്റു പല സ്ത്രീകളുമായിട്ട് സെക്സ് ചെയ്യണം, അതിന് നീ സമ്മതിക്കില്ല, നീ പൊസസീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതെന്നും കൂടിയാണ് ആ പെൺകുട്ടി പറയുന്നത്. അത്രത്തോളം നികൃഷ്ടമായ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഇയാൾ എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാം. മറ്റൊന്നുമല്ല, സ്ത്രീയെ ലൈംഗികപരമായ താല്പര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇയാളുടെ ഈ പല പ്രവൃത്തികളിൽ നിന്നും ഇത് പുറത്തേക്ക് വരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ലഹരി മരുന്ന് കേസിൽ നിന്നൊക്കെ പുറത്ത് ചാടിയ കണക്ക് അത്ര ഈസി ആയിരിക്കില്ല ഈ വിഷയം എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ കേസിൽ കൃത്യമായ തെളിവുകളും എവിഡൻസും ആ പെൺകുട്ടിയുടെ കൈവശമുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ, അതേ കണക്ക് തന്നെ ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ബാങ്കിങ് ഇടപാടുകൾ. അതായത് ഈ പെൺകുട്ടി പലപ്പോഴായിട്ട് ഇയാൾക്ക് പണം നൽകിയിട്ടുണ്ടായിരുന്നു ഇയാൾ ഫെയിം ആകുന്നതിന് മുമ്പ്. ആ പണത്തിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ സകല കാര്യങ്ങളുമുണ്ട്. അത് കണക്ക് ആ പെൺകുട്ടി പീഡനം നടന്ന ഫ്ലാറ്റുകളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൃത്യമായി തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട്. ആ FIRന്റെ ഒരു ചെറിയ പകർപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
അത് വേണമെങ്കിൽ ഞാനിവിടെ പങ്കുവെക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് ആ പെൺകുട്ടിയുടെ പരാതിയിലെ ജെന്യൂനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇയാളെ ഇനിയും പിന്തുണയ്ക്കുന്നവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ അയാളെ പിന്തുണച്ചുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനൊഴിച്ച് അമ്മ, സഹോദരി, ഭാര്യ ഇവരെയൊക്കെ ആ പെൺകുട്ടിയുടെ സ്ഥാനത്തൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്ത്രീകൾക്ക് ഉള്ള അതേ വികാരങ്ങളും വിചാരങ്ങളും. അതായത് ഒരു ആൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഒരാൾ തന്നെ ചതിക്കുകയാണ് എന്ന് തോന്നുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു തകർച്ച. ആ ട്രോമയിൽ നിന്ന് ആ പെൺകുട്ടി കരകയറുവാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 2 വർഷത്തോളമെങ്കിലും വേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് അവരിപ്പോൾ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ആ പെൺകുട്ടി ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേ കണക്ക് ഇയാളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ട ഓരോ പെൺകുട്ടികളും പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വുമണൈസറിനെ നമുക്ക് എന്നേക്കുമായി ജയിലിലടയ്ക്കാം. ഒരു കാര്യം പറയാം, ഇപ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടും ഇയാളുടെ റീച്ച് കൂടുകയാണ്. ഗോവിന്ദച്ചാമിയെ പോലെ തന്നെ ഇപ്പോൾ ഇയാളും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് റീച്ച് കിട്ടുന്നത്, അതും പെണ്ണ് കേസിൽ തന്നെ. എന്തായാലും എനിക്ക് ഒരു സങ്കടമുണ്ട്. ഈ വീഡിയോ ചെയ്ത് ഈ നാരയ്ക്ക് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ഇത് വിടാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വുമണൈസർമാരെ ജനം തിരിച്ചറിയണം. കാരണം ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇയാളുടെ ആരാധികമാരായിട്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും പെൺകുട്ടി ഇയാളുടെ അടുത്ത ഇരയാകുന്നതിനകത്ത് ഒരു തടയിടുവാൻ എന്നെക്കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വ്ളോഗേഴ്സിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ഈ സമൂഹത്തിനോട് ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് ഞങ്ങളുടെ. ഓരോ പെൺകുട്ടികളുടെയും മാനത്തിന് അത്രത്തോളം പ്രസക്തിയുണ്ട്. എന്തായാലും ഈ വുമണൈസറിനെ ഇത്തവണ നമ്മുടെ സർക്കാർ സംരക്ഷിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ കേസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ വകുപ്പിൽ മാത്രം വരില്ല. അത് SC/ST വിഭാഗത്തിന് സംരക്ഷണം നൽകുന്ന കോടതിയുടെ പരിഗണനയിലും കൂടിയാണ് എത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കേസ് കുറച്ച് കടുക്കുന്നതായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഇയാളെ ഏത് രീതിയിലാണ് രക്ഷിച്ചെടുക്കാണ്ട് ആളുകൾ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം.